മൂവാറ്റുപുഴ നഗരസഭാ ഓഫീസിൽ നിന്നും 2 മരപ്പട്ടികളെ പിടികൂടി. നഗരസഭാ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ ടീം അംഗം സേവി പൂവൻ സ്ഥലത്തെത്തി അതിവിദഗ്ധമായിട്ടാണ് മരപ്പട്ടികളെ പിടികൂടിയത്. മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിയുടെ ക്യാബിനുള്ളിലെ സീലിംഗിലാണ് മരപ്പട്ടികൾ ഒളിച്ചിരുന്നത്. സീലിംഗിൽ നിന്നും ഒച്ചയും ബഹളവും കേട്ടതിനെ തുടർന്ന് നഗരസഭാ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് മരപ്പട്ടികളെ കണ്ടെത്തിയത്. നഗരസഭാ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ ടീം അംഗം സേവി പൂവൻ സ്ഥലത്തെത്തി അതിവിദഗ്ധമായാണ് മരപ്പട്ടികളെ ഇദ്ദേഹം പിടികൂടിയത്. ഇതിനു മുൻപും മരപ്പട്ടികൾ നഗരസഭാ ഓഫീസിനുള്ളിൽ കയറാറുണ്ടെന്നും എന്നാൽ ഇവ ആളുകളെയോ ജീവനക്കാരെയോ ഉപദ്രവിക്കാറില്ല എന്നും ജീവനക്കാർ പറയുന്നു. കോതമംഗലത്തെ RRT ടീം വന്നിട്ടാണ് ഇപ്പോൾ ഈ 2 മരപ്പട്ടികളെ നമ്മുടെ നഗരസഭയുടെ ഓഫീസിനുള്ളിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. അപ്പം പ്രിയപ്പെട്ട സേവിചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടി പെട്ടെന്ന് വന്ന് ചെയ്യുകയായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു മറ്റൊരു അവസ്ഥ എന്ന് പറയുന്നത് മൂവാറ്റുപുഴ നഗരസഭ ഓഫീസിന്റെ ഒരു അവസ്ഥ തന്നെയാണ്. കാലാകാലങ്ങളായിട്ട് നമ്മൾ ജനക്ഷേമ പ്രവർത്തനത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ പലപ്പോഴും ഓഫീസിന്റെ ഒരു റീസ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ റെനോവേഷൻ പലപ്പോഴും അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കൌൺസിലുമായിട്ട് ആലോചിച്ച് എത്രയും പെട്ടെന്ന് തുടർ നടപടികൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിന്റെ സീലിംഗ് കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ റെക്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ഇന്ന് ജോലി ചെയ്യുവാനായിട്ട് പല സ്ഥലങ്ങളിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും സൗകര്യങ്ങളുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കൌൺസിലുമായിട്ട് കൂടി ആലോചിച്ച് ഈ നഗരസഭ കൈക്കൊള്ളുക തന്നെ ചെയ്യും. പിടികൂടിയ മരപ്പട്ടികളെ കോതമംഗലം ഫോറസ്റ്റിന് കൈമാറി. ഇവയെ വനത്തിൽ സുരക്ഷിതമായി തുറന്നുവിടുമെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. മരപ്പട്ടികൾ ഓഫീസിലെ ഫയലുകൾ നശിപ്പിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ലെന്നും സുരക്ഷിതമായ സ്ഥലം നോക്കി എത്തിയതാവാമെന്നും ജീവനക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.